ഹായ് ഗൈസ്, ഇന്ന് ഈജിപ്ഷ്യൻ ഫുഡ് വിട്ട് വീഴുന്ന കണ്ടാലോ. ഇത് ഞാൻ ഓഫീസ് കഴിഞ്ഞ് നേരെ കഴിക്കാൻ പോയതാട്ടോ. എന്തിനാ കഴിച്ചത്? സ്ട്രെസ്സായിട്ടാണ്, സത്യമായിട്ടും സ്ട്രെസ്സായിട്ടാണ്. സ്ട്രെസ്സായാലും എനിക്ക് ഉറങ്ങിയാൽ പോലും ശരിയല്ല. ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടില്ല. സത്യമായിട്ടും എന്താണ് അത് ശീലാക്കിയ പിന്നെ പറയുകയും വേണ്ട. അതിലിങ്ങനെ ഇങ്ങനെ കൈ ഇങ്ങനെ വിറയ്ക്കാൻ തുടങ്ങും. അവിടെ പോയി അവർക്ക് എന്താണ് അറബിക്ക് അറിയില്ല, ഇംഗ്ലീഷ് അറിയില്ല. അപ്പോൾ ഞാൻ എന്താണ് എൻ്റെ ആയുധമായിട്ടുള്ള ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ച് അതിനെ എന്താണ് ബെസ്റ്റ് ഫുഡ് ചെയ്ത് വെച്ചപ്പോൾ ഒരു ഗ്രിൽഡ് ചിക്കൻ സജസ്റ്റ് ചെയ്ത് ഹാഫ് ഗ്രിൽഡ് ചിക്കൻ. നോക്കണ്ട, എൻ്റെ കൂടെ ആരുമില്ല, ഒറ്റക്കാണ് വെട്ടി വിഴുങ്ങാൻ പോയത്. ഇത് ഒറ്റക്ക് കഴിക്കുന്നതിൻ്റെ സുഖം അത് ഒറ്റ കഴിച്ചോൽക്കേ മനസ്സിലാവുള്ളൂ. മെല്ലെ മെല്ലെ ആസ്വദിച്ച് സമാധാനത്തോടുകൂടി സംസാരിക്കാതെ ഫുഡ് മാത്രം ഫോക്കസ് ചെയ്ത് എൻ്റെ അല്ലാഹ്, അത് ഒരു പ്രത്യേക ഫീലാണ് സത്യമായിട്ടും. അങ്ങനെ അതൊക്കെ പോട്ടെ, നിങ്ങളെന്താണ് സബ് ചെയ്യാത്തത് ഗൈസ്? നമുക്ക് 100 സബ്സ്ക്രൈബേഴ്സ് ആവണ്ടേ. നമ്മളിപ്പോഴും 36 സ്റ്റക്കായി കിടക്കുകയാണ്. നമുക്ക് കേക്ക് മുറിക്കണ്ടേ? ഞാൻ ആദ്യം വിചാരിച്ചത് 100 സബ്ബായാലേ ഞാൻ കേക്ക് മുറിക്കുള്ളൂ, അല്ലെങ്കിൽ മധുരം കഴിക്കുള്ളൂ എന്ന്. പക്ഷേ അവിടെ ട്രാക്ക് കണ്ടപ്പോൾ എൻ്റെ കൺട്രോൾ ചെറുതായിട്ട്, വളരെ ചെറുതായിട്ട് പോയി. അങ്ങനെ ഞാൻ അവരോട് ബെസ്റ്റ് ഡെസേർട്ട് ഏതാന്ന് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ച് ചോദിച്ചു. അപ്പോൾ അന്നേരം അവർ പറഞ്ഞതാണ് ഇത് നമ്മുടെ നാട്ടിൽ കിട്ടില്ലേ പായസം, അരിപ്പായസം, അത് തിളപ്പിച്ചാൽ എങ്ങനെ ഉണ്ടാവുമോ അതന്നെ. ഞാനത് എന്താണ് ആദ്യം 1 സ്പൂൺ തിന്നിട്ട് ബാക്കി ഓഫീസിൽ കൊണ്ടുപോകാൻ വിചാരിച്ചത്. പക്ഷേ എനിക്ക് എൻ്റെ സ്വഭാവം അറിയാമല്ലോ, ഞാനത് തികച്ച് ലാസ്റ്റ് അത് ഫുള്ളായി. എന്ത് ചെയ്യാനും. ബാക്കി ഞാൻ കഥ നാളെ പറയാം. ഞാനും പോയി ഉറങ്ങട്ടെ. വീഡിയോയിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് വേണമെങ്കിൽ പറ. അപ്പം സോറി.